ഇന്ന് ഉത്രാടമല്ലേ. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ പലഹാരം അത് ഇഡ്ഡലിയാണ്. എല്ലാ ഉത്രാടത്തിനും ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ ഇഷ്ടം. എന്നും ദോശയായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കുന്ന നിർബന്ധമായിട്ടും ഉത്രാടത്തിന് നമ്മൾ ഉണ്ടാക്കിയിരിക്കും. പിന്നെ ഇന്നലത്തെ മീൻ ഉണ്ടായിരുന്നു, ബാക്കിയിടുന്നത് പൊരിച്ച്. ഇനിയിപ്പോൾ നാളെ തിരുവോണമായിട്ട് വച്ചേക്കണ്ടല്ലോ, അതുകൊണ്ട് നമ്മളെടുത്ത് പൊരിച്ച് അങ്ങ് തീർത്ത്. ഇനിയും അല്ലെങ്കിൽ തിരുവോണമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കണ്ടെന്ന് വിചാരിച്ച് ഇന്നലെ എടുത്ത് വെച്ചതാണ്. ഇന്നലെ മോൾക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല. ഇന്നലെ വരുമെന്ന് പറഞ്ഞ് ഇന്നലെ വന്നില്ല. ഇന്നാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇപ്പോഴാണ് ഇങ്ങോട്ട് കയറി വന്നതേ ഉള്ളൂ ഉച്ചയ്ക്ക്. അപ്പോൾ ഇത് എടുക്കുന്നത് രാവിലെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇന്നങ്ങ് തീർത്ത് കളയുന്നത്. അതുകൊണ്ടാണ് നമ്മളല്ലെങ്കിൽ ഉത്തരാടത്തിൽ നമ്മൾ മീനൊന്നും ഉപയോഗിക്കാത്തവരാണ്. ഇത് ചിക്കൻ്റെ 3-4 പീസുണ്ട്, മീനും ഉണ്ട്, കൊഴിയാള മീൻ. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിൻ്റെ കൂടെ ഇതങ്ങ് തീർക്കാമെന്ന്. പക്ഷേ ഇത് ഉണ്ടാക്കി ചേർക്കാൻ ഇതുവരെയും വന്നില്ല. അത് ഉച്ചയ്ക്കാണ് വന്നത്. 2 പാത്രത്തിൽ ഇട്ട് വെച്ച് എല്ലാം ശരിയാക്കി വെച്ചിട്ട് അവർക്ക് എത്താൻ പറ്റും. 2 മണിക്കാണ് ഇവിടെ വന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം ജോലിയൊക്കെ തീർന്നിട്ട് ഇതവൾ കൊണ്ടുവന്നതാണിപ്പോൾ. വന്നപ്പോൾ കൊണ്ടുവന്ന് ഞാൻ എന്തായാലും കഴിച്ചിട്ട് പിന്നെ ബാക്കി ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വെച്ചു. ഉച്ചയ്ക്ക് ചോറും ഇഞ്ചി നാരങ്ങയും മാങ്ങയൊക്കെ ഇന്നലെ വച്ചായിരുന്നു. ഇന്നിപ്പം ചോറും സാമ്പാറും വെച്ചു. ഇഡലി സാമ്പാറിൻ്റെ കൂടെയുള്ള സാമ്പാറും. പിന്നെ ഇന്നലത്തെ മീൻ പിന്നെ ബാക്കി ഇടുന്നിടത്ത് ഞാൻ ചൂടാക്കി വെച്ച് കളയാൻ പറ്റില്ലല്ലോ. പിന്നെ അങ്ങ് തീർക്കാമെന്ന് വെച്ചപ്പോൾ ഒരു ഉത്തരാടത്തിന് മീൻ കൂട്ടിയിട്ടേ ആദ്യമായിട്ടാണ് ഉത്തരാടത്തിന് മീൻ കറി. അങ്ങനെ കഴിക്കാൻ വേറെ നമുക്ക് പട്ടിയ പൂച്ചയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വച്ചതെന്ന് ഇന്നിപ്പോൾ എടുത്ത് ചൂടാക്കി വറ്റിച്ച് എടുത്ത് നല്ല ടേസ്റ്റാണ്. അത് കൊയ്യാള മീനായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ അത് നമ്മൾ കൂട്ടി ഉച്ചയ്ക്ക്. ഇപ്പോൾ കഴിച്ചതിന് ശേഷമാണ് എൻ്റെ ശബ്ദം കൊടുക്കുന്നത്. ഇത് നമുക്ക് എൻ്റെ സ്റ്റോർ റൂമാണ്, കൊച്ചു സ്റ്റോർ റൂം. എങ്ങനെയുണ്ട്? ഞാൻ ഇത് സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്ന ഒരു പെട്ടിയാണ്. ഇതിനകത്ത് അങ്ങോട്ട് ചെന്നാൽ കയറുമ്പോൾ കറിവേപ്പില എടുക്കാൻ മാറ്റില്ല, അതിന് ആവശ്യത്തിന് മാത്രം. പിന്നെയുള്ള കരിവേപ്പില ഞാൻ എടുത്തുകൊണ്ട് നില തൂക്കിയിട്ട് പിന്നെ ഉച്ചക്കത്തെ കറികളാണ്. മാങ്ങയുണ്ട്, ഒരു മീൻ പൊരിച്ചത്, നാരങ്ങ, അത് ഇഞ്ചി, ഇത് മാങ്ങ. മാങ്ങയൊക്കെ നേരത്തെ മെനഞ്ഞാന്നേ ഇട്ട് വെച്ചു. മാങ്ങയൊക്കെ ഞാൻ ഉത്തരാടത്തിന് അവർക്ക് കഴിക്കാൻ വേണ്ടിയാണ് ചെയ്ത് വെച്ചത്. പക്ഷെ അവൾ ചെയ്ത് കണ്ടു കൊടുക്കുന്നത് ഈ സാമ്പാർ രാവിലെ വെച്ച സാമ്പാർ. ഇത്രയേ ഉള്ളൂ. നമ്മൾ 2 ഇല ഇട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഉച്ചക്കത്തെ. പക്ഷെ അവർക്ക് ഇപ്പോഴും ജോലിയാണ്, വീട്ടിലിരുന്ന് ജോലി ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഞാൻ എന്തായിരുന്നാലും 2 ഇലയിലിട്ട് അവൾക്ക് ഇനിയിപ്പോൾ വാരി കൊടുക്കാനേ പറ്റുള്ളൂ. ഞാൻ വാരി കൊടുത്തിട്ട് ഞാൻ കഴിച്ചിട്ട് അവൾക്ക് വാരി കൊടുക്കും. അപ്പോൾ വാരി കൊടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ അവൾക്ക് കോള് വീണ്ടും അവിടെ നിന്ന് വിടുന്നു. പിന്നെ അവിടെ സംസാരിച്ചില്ലേ പറ്റുള്ളൂ. അപ്പോൾ അവൾ പറഞ്ഞ് പിന്നെ പറയുന്നു 2-3 പ്രാവശ്യം കഴിച്ചിട്ട് പിന്നെ കഴിച്ചോളാം, ഞാൻ വാരി കൊടുക്കാം പിന്നെ. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ കഴിക്കാൻ എനിക്ക് വിശന്ന് 2-2:30 മണിയായി. ഇപ്പം 2:30-2:45 കഴിഞ്ഞ് നമ്മൾ ചോറുണ്ടപ്പോഴത്തേക്ക്. ഇപ്പോൾ 2 മണിക്ക് എത്തി. പിന്നെ അവൾക്കാണെങ്കിൽ ഇവിടുത്തെ മീൻ കറികളൊക്കെ കഴിച്ചോളാൻ വയ്യാതെയാണ് വന്നത്. മീനും ചിക്കൻ അത്ര ഇഷ്ടമല്ല. മീൻ പൊരിച്ചത്, മീൻ കറിയും ഇവിടുത്തെ ഞാൻ വയ്ക്കുന്ന കറികളൊക്കെ ഭയങ്കര ഇഷ്ടവും. കാരണം ബാംഗ്ലൂരാണ് ജോലി. അപ്പം അവിടുത്തെ കറികളൊന്നും അത്ര ഇഷ്ടപ്പെടില്ല, ഹോസ്റ്റലിൽ നിന്നും അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാനിത് വരുമ്പോഴൊക്കെ അവൾ വരുമ്പോഴത്തേക്ക് ഞാൻ മീൻ റെഡിയാക്കി വെച്ചേക്കും, മീൻ വറ്റിച്ച് വെച്ചേക്കും, മീൻ പിന്നെ കറിയും വെച്ച് ഇത് പൊരിച്ചും വെച്ചേക്കും. അപ്പോൾ ഇതൊക്കെ തിന്നാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇത്ര കഴിച്ചപ്പോഴത്തേ അവൾക്ക് പിന്നെ കോൾ വന്നു. അപ്പോൾ പിന്നെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അവരോട്. എന്നിട്ട് ഞാൻ കഴിച്ചിട്ട് പിന്നെ അവൾക്ക് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പതുക്കെ അവിടെ ഇരുന്ന് കഴിച്ചിട്ട് വെള്ളം കുടിക്കാത്ത ആരെങ്കിലും വെള്ളം കുടിക്കുന്നില്ലേ എന്ന് വെള്ളം കുടിച്ചുകൂടാ. ചോറുണ്ടോണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിച്ചുകൂടാ എന്ന് വെച്ചാൽ വെള്ളം കൂടെ കുടിക്കുമ്പോഴത്തേക്ക് ആ ചോറ് വെള്ളത്തിൽ കിടക്കും പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ചോറ് കഴിക്കുമ്പോഴത്തേക്ക് വെള്ളം കുടിക്കാൻ പാടില്ല. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാം. 2 ഗ്ലാസ് വെള്ളം കുടിക്കാം. നമ്മുടെ ചോറിൻ്റെ കൂടെ ഒരിക്കലും. ഞാൻ പണ്ടൊക്കെ എനിക്ക് അറിഞ്ഞുകൂടിയായിരുന്നു. പണ്ട് ചോറ് വെള്ളം ഇഷ്ടംപോലെ കുടിക്കും. ഇപ്പോഴും കല്യാണത്തിനൊക്കെ പോയി എനിക്ക് അവിടുത്തെ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചോറ് കൊണ്ടുവരുമ്പോൾ എനിക്ക് വെള്ളം കുടിച്ച് വെള്ളം വാരി കുത്തിരിക്കുന്നത് അത്ര ഇഷ്ടമാണ്. കല്യാണ വീട്ടിലേക്ക് വെള്ളം ഉണ്ടല്ലോ, കല്യാണ ഹാളൊക്കെ വെച്ചിട്ടും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ കഴിക്കണമെന്നാണ് കാണിക്കുന്നത്. എന്തായാലും ഞാൻ ആസ്വദിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല 2 കേട്ടോ. എന്തായാലും നമ്മൾ ഈ ഉത്തരാടത്തിനൊക്കെ വയ്ക്കുന്ന കറികൾക്ക് എന്താണെന്ന് അറിയാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും.
ഒരു സാമ്പാറൊക്കെ നമ്മൾ എന്നും വയ്ക്കും പോലെ ആയിരിക്കുമല്ലോ കേട്ടോ, നല്ല ടേസ്റ്റ്. ഇഞ്ചിയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് മീനുണ്ടെങ്കിൽ എനിക്ക് ഇഞ്ചി മാങ്ങയൊന്നും ഒന്നും വേണ്ട. ഇഞ്ചി മാങ്ങ നാരങ്ങയൊന്നും എനിക്കിഷ്ടമല്ല, എനിക്ക് മീൻ കറി മാത്രമേ. പിന്നെ ഇതിപ്പോൾ സാമ്പാർ അങ്ങനെ കൂട്ടാത്തല്ല, ഞാൻ സാമ്പാറും എടുത്ത് കൂട്ടി. അപ്പോൾ ഞാൻ എന്തായാലും വിശന്നു ഇത്ര, കാരണം രാവിലെ 9 മണിക്ക് 9:30 കാപ്പി കഴിച്ചതാണ്. ഇപ്പോൾ ആ 2:45 സമയം. അങ്ങനെ ഇപ്പോൾ എല്ലാം കഴിച്ചതോടെ ചോറങ്ങനെ അധികം വയ്ക്കാറില്ല. ചോറങ്ങനെ വയ്ക്കില്ല, കാരണം പരമാവധി ചോറ് ഒഴിവാക്കും. പക്ഷേ എന്ത് ഉത്തരാടം നാളെ നമുക്ക് ഒരു ഡയറ്റും ഇല്ല. എന്തായാലും എന്ത് കിട്ടിയാലും കഴിക്കും. ഒരു ആരക്കും ഡയറ്റൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വേണം തടി കുറച്ച് ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് 8-ാം തൊട്ട് ജിമ്മിൽ പോയാൽ മതി. അതുവരെ അതും ഇതുമൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് 8-ാം തൊട്ട് ജിമ്മിൽ പോയി വേണമെങ്കിൽ കുറയ്ക്കാൻ. 4 കിലോ കുറച്ച് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതാ 2 ആഴ്ച പോവാതിരുന്നപ്പോൾ എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ വെയിറ്റ് 69 കിലോ ആയി. ഇപ്പോഴത്തെ 4 കിലോ കുറഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും 67 നിൽക്കുകയാണ്. ഇനി എന്തരാവോ എന്തോ. ഇത് കഴിഞ്ഞ് നാളെ പായസമൊക്കെ കുടിക്കുമ്പോൾ എല്ലാം തിരിച്ചു വരുമെന്നാണ് തോന്നുന്നത്. എന്തായിരുന്നാലും നാളെ ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ മൂത്ത മോളും പിന്നെ മരുമോനും വന്നിട്ടുണ്ട്. അവന് ഉടുപ്പിയിലാണ് ജോലി. അപ്പോൾ അവനും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും നാളെ വരും. അവർ നാളെ ഇവിടെ വരൂലെന്നും പറഞ്ഞ് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ നാളെ വരൂലെന്നും പറഞ്ഞ് എനിക്കിവിടുന്ന് ഇലയൊക്കെ ഞാൻ കൊടുത്തേച്ച്, ഇലയൊക്കെ പൊതിഞ്ഞൊക്കെ കൊടുത്തേച്ച് അവരവിടെയൊക്കെ സദ്യ വയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ. അമ്മക്ക് കിടന്ന് പാടുവിടാമെന്ന്, കാരണം ഫ്ലാറ്റിലല്ലേ ഇലയൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാം കൊടുത്തേച്ച്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ വിളിച്ച് പറയണേ ഇനി വരും ഇവിടെ നിന്ന് ഉണ്ടാകുന്നു, എന്നിട്ട് എന്താ വേവിക്കുകയൊന്നും വേണ്ട, നമുക്ക് ഓർഡർ ചെയ്ത്, കാരണം എല്ലാവരും കൂടെ ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് കാല് വയ്യാത്തതാണ്, കാൽമുട്ട് കുറേ നിൽക്കത്തില്ല. അപ്പോൾ ഇത്രയും പേർക്കൊക്കെ വെക്കണമെങ്കിൽ പിന്നെ പായസമൊന്നും വയ്ക്കാൻ കൂടെ വലിയ പാടാണ്. അതുകൊണ്ട് എല്ലാം കൂടെയൊക്കെ വെച്ചിരുമ്പോൾ ഊപ്പാട് വരും. അങ്ങനെ എല്ലാം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞാൻ. അപ്പോൾ ഇപ്പോൾ ഇവരൊക്കെയാണെങ്കിൽ ജോലി സമയത്ത് എന്തെങ്കിലും ജോലി കാണും, അവർക്ക് ലീവ് എടുത്താണ് നിൽക്കണം. ലീവില്ല, ഇന്നിപ്പം വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ അവർ ഉണ്ടെങ്കിൽ എനിക്ക് സഹായിച്ചൊക്കെ തരും. അപ്പോൾ അവർക്ക് എല്ലാവരും കൂടെയൊക്കെ ഉള്ളപ്പോൾ സമയം പറ്റില്ല. അപ്പോൾ ഞാനാണെങ്കിൽ 10 മണിക്ക് ജോലി തീർക്കും. എനിക്കിങ്ങനെ കഴിഞ്ഞൊന്നും ജോലി ചെയ്യണമെന്നൊന്നും ഇഷ്ടമല്ല. 10 മണിക്ക് എല്ലാ ജോലിയും തീർത്ത് പപ്പടവും പൊരിച്ചിട്ടിരിക്കും. പക്ഷേ പായസം അവർക്കൊക്കെ പാൽപ്പായസമോട് ഇഷ്ടം. അപ്പോൾ പാൽപ്പായസം വയ്ക്കാതിരിക്കും എളുപ്പമാണ്. അപ്പോൾ ഞാൻ അതങ്ങ് വയ്ക്കുകയുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ അടപ്പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് പാൽപ്പായസവും ഇഷ്ടം. അപ്പോൾ എന്തായിരുന്നാലും അവർ പാടുവിടണ്ട, ഒരു നാളെ സമയത്ത് വരുമ്പോഴത്തേക്ക് അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ ഓർഡർ ചെയ്ത സദ്യയാണ് ഞാൻ കാണിച്ചു തരാം. നാളെ ഓർഡർ ചെയ്ത സദ്യ എങ്ങനെ ഇരിക്കുമെന്ന്. ഇതുവരെ നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല, ഇതുവരെ സദ്യ ഉണ്ടാക്കാതിരുന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒറ്റയ്ക്കായിപ്പോയല്ലോ. എൻ്റെ മക്കൾ രണ്ടുപേരും വെളിയിൽ ആണ്, ഒരാൾ കഴക്കൂട്ടത്ത് ഫ്ലാറ്റിൽ, ഒരാൾ ബാംഗ്ലൂർ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ. അപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ ഉള്ള സന്തോഷമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വയ്ക്കണം. ഇന്നിപ്പോൾ പുളിശ്ശേരി ഞാനൊന്നും വെച്ചില്ല, ഉത്തരാടമല്ലേ. സാധാരണ ഉത്തരാടത്തിന് അമ്മ കാണും. അമ്മ ഉണ്ടെങ്കിൽ എല്ലാ കറികളും ഞാൻ വയ്ക്കും. അമ്മയ്ക്ക് പുളിശ്ശേരി പച്ചടിയൊക്കെയാണ് ഇഷ്ടം. അമ്മ അങ്ങനെ മീനിനെക്കാട്ടും അമ്മയ്ക്ക് കൂടുതൽ പച്ചടി, ഇഞ്ചി അതൊക്കെയാണ് ഇഷ്ടം. അതുള്ളപ്പോൾ ഞാൻ നമ്മൾ ഉത്തരാടത്തുകൂടെ നമ്മൾ കാര്യമായിട്ട് എല്ലാവരും ഇലയൊക്കെ തന്നെ കഴിക്കുമായിരുന്നു. ഈ മീനൊന്നും കാണില്ല, മീനും പൊരിച്ചതൊന്നും കാണില്ല. ഒന്നും അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ നമ്മൾ പരിപ്പും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ എല്ലാ ഓണത്തിനും ഉണ്ടായിരുന്നു, ഉത്തരാടത്തിനും. പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും ഒന്നും വെച്ചില്ല. ഇവർക്കെന്ന് വെച്ചാൽ നോൺ വെജാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ നാളെ ഇനിയിപ്പോൾ എന്തായാലും സദ്യ കഴിക്കില്ലേ. അപ്പോൾ നാളെ നമ്മൾ ആ സദ്യ ഓർഡർ ചെയ്ത സദ്യ കഴിക്കും. മറ്റന്നാൾ ഈ വീട്ടിൽ നമ്മൾ 8 പേരാണ്. ഈ 8 പേരും നാളെ മറ്റന്നാൾ എല്ലാവരും കൂടി ഇവിടെ എത്തുകയാണ്. അമ്മ മരിച്ച് 2 വർഷമായി. അപ്പം അമ്മ മരിച്ച ശേഷം നമ്മളെല്ലാ വർഷവും ഓണത്തിന് ഇവിടെയാണ് കൂടുന്നത്. ഇവിടെ കുടുംബ വീട്ടിൽ ഞാനാണ് ഏറ്റവും ഇളയത്, ഞാനാണ് താമസിക്കുന്നത്. എനിക്ക് ഇളയത് ഒരു അനിയുണ്ട്. അവരൊക്കെ എല്ലാവരും വേറെയൊക്കെ താമസിക്കുന്നു, വേറെ സ്ഥലങ്ങളിൽ. അപ്പോൾ മറ്റന്നാൾ നമ്മൾ വീണ്ടും പഴയതുപോലെ ഒത്തുകൂടണമെന്നും പറഞ്ഞ് മറ്റന്നാൾ നമ്മളെല്ലാവരും ഒത്തുകൂടിയാണ്. ഏകദേശം ഒരു 10-12 പേര് വരും എല്ലാം കൂടെ. എന്നിട്ട് മറ്റന്നാൾ അപ്പോൾ അണ്ണന്മാരും ചേച്ചിമാരും നാത്തൂന്മാരും അവരെ മക്കളും കസിൻസും എല്ലാവരും കൂടെ മറ്റന്നാൾ നല്ല രസമായിരിക്കും. കൂടെ ഭയങ്കര ബഹളമായിരിക്കും. ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. മറ്റന്നാൾ അവിട്ടത്തിനൊന്ന് എല്ലാവർക്കും ഇവിടെ വേണം. അത് നമ്മൾ വരുത്തിക്കണേ. എൻ്റെ അനിയൻ പറഞ്ഞു ഒന്നും ഉണ്ടാക്കിയത് വേണ്ട, അവൻ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയാൻ വേണ്ടി വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണെന്നൊന്നും അറിയത്തില്ല. അത് മറ്റന്നാളെ അറിയത്തുള്ളൂ. അപ്പം എന്തായിരുന്നാലും മറ്റന്നാളത്തെ വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും കാണിക്കാം. വീടും നമുക്ക് എല്ലാം കാണിച്ചു തരാം.
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. കാരണം എൻ്റെ രണ്ടാമത്തെ ചാനലാണ്, ഇത് അടിച്ചു പോകണം. ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നു, അത് അടിച്ചു പോയി. ബിഗ് ബോസിൻ്റെ ഇട്ടതിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്ന് അടിച്ചു പോയി. ഇതിപ്പോൾ രണ്ടാമത്തെ ചാനൽ. ആദ്യം 1K കഴിഞ്ഞായിരുന്നു, ഇപ്പോൾ രണ്ടാമത്തെ മറ്റേത് രണ്ടാമത് 850 സബ്സ്ക്രൈബേഴ്സായി. ഇപ്പോൾ അതും അടിച്ചു പോയി. അത് ബിഗ് ബോസ് ഇട്ടത് തന്നെ. കാരണം എനിക്ക് ഈ മെയിൽ വന്ന് എടുക്കാൻ എനിക്ക് അറിഞ്ഞുകൂടിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ എങ്ങനെ സാധാരണ മെയിൽ നോക്കുമ്പോൾ ഞാൻ നോക്കി, പക്ഷേ ജിമെയിൽ നോക്കാൻ അങ്ങനെ അല്ലായിരുന്നു. അങ്ങനെ ഒരു പാളിച്ച പറ്റും. അങ്ങനെ രണ്ടാമത്തത് അടിച്ചു പോയി. ഇതിപ്പോൾ മൂന്നാമത്തെ ചാനൽ ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. കാരണം എനിക്ക് ചേട്ടൻ മരിച്ചതുകൊണ്ട് പിന്നെ എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ പെൺപിള്ളേർ മാത്രമല്ലേ ഉള്ളൂ. ചേട്ടൻ 7 വർഷമായി മരിച്ചിട്ട്, 6 വർഷമായി മരിച്ചു, 7ാമത്തെ വർഷമാണ് ഇനി വരുന്നത്. അപ്പോൾ ഞാൻ വെച്ചതിന് വേണ്ടി ആണ് ഞാനത് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശബ്ദം ഒത്തിരി കേൾക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ വീഡിയോസൊക്കെ നല്ല നല്ല വീഡിയോസ് ഇടാം. ഞാൻ ഫ്ലാറ്റിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ വീഡിയോസൊക്കെ ഇടാം, മക്കളെ എല്ലാവരെയും കാണിക്കാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഓക്കെ. അടുത്ത വീഡിയോ വരുന്നതുവരെ ടാറ്റ.